കോട്ടയത്ത് പൂഞ്ഞാറുന്നൊരു വാർത്ത, കഞ്ചാവുമായിട്ട് ഒരു 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥി പിടിയിലായി എന്ന വാർത്ത. ഇതൊക്കെ വായിക്കുമ്പോൾ നമുക്ക് വല്ലാതെ ശ്വാസമുട്ടലാണ്. എക്സൈസിനെ കണ്ടതോടെ കഞ്ചാവൂതി വലിച്ചെറിഞ്ഞ് വിദ്യാർത്ഥി രക്ഷപ്പെടാൻ ശ്രമിച്ചു. ടോബി ജോൺസൺ കോട്ടയത്ത് നിന്ന് വിവരങ്ങളുമായി ചേരും. ടോബി, ഗുഡ് മോർണിംഗ്. യഥാർത്ഥത്തിൽ നമ്മുടെ കുട്ടികൾ 10ാം ക്ലാസ് എന്ന് പറഞ്ഞാൽ 15 വയസ്സായിരിക്കും എൻ്റെ പ്രായം. ആ പ്രായത്തിലെ തന്നെ കഞ്ചാവുമായിട്ട് കൊണ്ടു നടക്കുന്നത് എനിക്ക് തോന്നുന്നത് വ്യാപകമായി രക്ഷകർത്താക്കളും അധ്യാപകരും ഒക്കെ മാതാപിതാക്കളും തീരുമാനിച്ചാൽ മാത്രമേ ഈ വിപത്തിനെ നമുക്ക് പറിച്ചറിയാൻ കഴിയൂ. പറയൂ ടോബി. ഗുഡ് മോർണിംഗ് എസ് കെ എൻ പറഞ്ഞത് വളരെയധികം ശരിയാണ്. മാതാപിതാക്കളുടെയും അധ്യാപകരുടെയും ഒക്കെ ഒരു ശ്രദ്ധ വളരെ ആവശ്യമുള്ള ഒരു ഘട്ടമാണ്. എന്തായാലും ഈ പനച്ചികപ്പാറ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചാണ് ഈ വിദ്യാർത്ഥിയെ ശനിയാഴ്ച വൈകുന്നേരം രാത്രിയിലാണ് ഏകദേശം 8 മണിയോടുകൂടിയാണ് എക്സൈസ് സംഘം ബൈക്കിൽ സംശയാസ്പദമായി ഇരിക്കുന്ന ഒരു കാഴ്ച കണ്ടത്. മറ്റൊരു കേസ് കഴിഞ്ഞ് എക്സൈസ് സംഘം വരുന്ന വഴിക്കാണ് ഈ വിദ്യാർത്ഥി ഇങ്ങനെ ബൈക്കിലിരിക്കുന്നത് കണ്ടത്. ഉടൻ തന്നെ എക്സൈസ് അവിടെ നിർത്തി ഇവനോട് എന്താണ് ഇവിടെ ഇരിക്കുന്നതെന്ന് ചോദിച്ചു. അങ്ങനെ ചോദിക്കുന്നതിനിടയിലാണ് ഈ കഞ്ചാവ് പൊതി വലിച്ചെറിഞ്ഞിട്ട് ബൈക്ക് എടുത്തുകൊണ്ട് പോകാൻ വേണ്ടി ശ്രമിച്ചത്. ഇതിനിടയിൽ ഒരു എക്സൈസ് ഉദ്യോഗസ്ഥൻ, പ്രസാദ് എന്ന് പറയുന്ന എക്സൈസ് ഉദ്യോഗസ്ഥൻ ഈ ബൈക്കിൽ പിടിച്ചു. അയാളെയും വലിച്ചുകൊണ്ടാണ് ഈ ബൈക്ക് പോയത്. അങ്ങനെ നിലത്ത് വീണ എക്സൈസ് ഉദ്യോഗസ്ഥന്റെ കൈക്ക് പൊട്ടലുണ്ട് എന്നുള്ളൊരു വിവരം കൂടി നമുക്കിപ്പോൾ ലഭിക്കുന്നുണ്ട്. ഈ വിദ്യാർത്ഥിയെ എന്തായാലും അറസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നാണ്, അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിൽ വിട്ടു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ജുവനൈൽ ആയതുകൊണ്ട് തന്നെ ജുവനൈൽ ജസ്റ്റിസ് ബോർഡിന്റെ നിയമപ്രകാരമുള്ള നടപടികളായിരിക്കും പോലീസ് സ്വീകരിക്കുക. പോലീസിനും എക്സൈസ് ഇത് സംബന്ധിച്ചുള്ള ഒരു റിപ്പോർട്ട് കൈമാറിയിട്ടുണ്ടെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. എസ് കെ.